ഹായ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പുച്ഛം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എന്തിന്? കേൾക്കാൻ നിന്ന് തരാത്ത കാതുകൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും പറഞ്ഞു ചെന്നതിന്, കാണാൻ ശ്രമിക്കാത്ത കണ്ണുകൾക്ക് മുന്നിൽ കരഞ്ഞ് കരഞ്ഞ് കാണിച്ചതിന്, മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മനസ്സിന് മുന്നിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ച് കാണിച്ചതിന്. എപ്പോഴാണ് നിങ്ങൾക്കങ്ങനെ പുച്ഛം തോന്നിയത്? എന്തിനാണ്? അലമുറയിട്ട് ആർത്ത് വിളിച്ച് നിലവിളിച്ച് കരഞ്ഞിട്ട് എന്തായി? എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നിട്ടും എന്നെ എന്നെങ്കിലും ഒന്ന് കാണുമെന്നും കേൾക്കുമെന്നും മനസ്സിലാക്കുമെന്നും കരുതി വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുമെന്നും വിചാരിച്ചതിനാണോ നിങ്ങൾ കരഞ്ഞത്? എന്തിനായിരുന്നു അത്? താല്പര്യമില്ലാത്തവരോട് കരഞ്ഞ് നിർബന്ധിച്ച് വാങ്ങുന്ന സ്നേഹം നമുക്ക് മാത്രമേ വിലപ്പെട്ടതാവുകയുള്ളൂ. അവർക്ക് മുന്നിൽ നമ്മൾ വെറും ശല്യക്കാരും കോമാളികളും മാത്രമായിരിക്കും. നിങ്ങൾ നിങ്ങളുടേതെന്ന് കരുതിയവർ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയണം അവർ ആരായിരുന്നെന്നും എന്തായിരുന്നെന്നും. അവർക്ക് നിങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും ആരൊക്കെയായിരുന്നെന്നും മനസ്സിലാക്കിയില്ലേ? ഇവിടെ അവരോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പരാതിയോ അല്ല കാണിക്കേണ്ടത്, തിരിച്ചറിവാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി വേർതിരിച്ചറിയുക എന്ന കഴിവ് ഒരു ചെറിയ കാര്യമല്ല. ആരെയും ഒരു പരിധിയിൽ കവിഞ്ഞ് സ്നേഹിക്കാനോ വിശ്വസിക്കാനോ നിൽക്കരുത്. അവർ എന്തു വന്നാലും അവർക്ക് എന്തു വന്നാലും അവരുടെ കാര്യമാണ്, അവരുടെ രക്ഷയാണ് അവർക്ക് വലുത് എന്ന് കരുതുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് നിങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും അവരുടെ കൂടെ നിങ്ങളെ കൂട്ടാനും കൂട്ടത്തിൽ ഒരാളാക്കാനും സഹായിക്കാനുമൊക്കെ മനസ്സുള്ളവർ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ, അവർക്ക് ഒന്നിനും ഇനി സാധിച്ചില്ലെങ്കിൽ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒപ്പം നിന്നവരില്ലേ, അവരെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കൂ, വിശ്വസിക്കൂ. ബൈ മോട്ടിവേഷൻ മലയാളം.